ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മേക്കിംഗ് വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഞാനൊരു യാത്രയിലായിരുന്നു, അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് മാലയുടെയും കമ്മലിൻ്റെയും കൂടി സെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്ന്. അപ്പോൾ അതിനായിട്ട് സ്റ്റോൺ ചെയിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കളർ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീനും ഒരു റെഡും. സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സെറ്റ് ചെയ്യുന്നത്, മാലയുടെയും കമ്മലിൻ്റെയും. പിന്നെ നമുക്ക് ക്യാൻവാസ് ഷീറ്റ് വേണം, അല്ലെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വാക്സ് ഷീറ്റാണ്. നിങ്ങൾക്ക് ക്യാൻവാസ് ഷീറ്റ് ആയാലും എടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളിതാ ഇതുപോലെ ഒരു പ്രോ സർക്കിൾ വെച്ചിട്ട് അതിനൊരു ഷേപ്പ് വരച്ചെടുക്കണം. അതിന് ശേഷം അതിൽ നിന്ന് കൃത്യമായിട്ടൊരു അളവെടുത്തിട്ട് അതിൻ്റെ അടുത്ത കൂടെ വീണ്ടും ഒരു സർക്കിൾ വരച്ച് കൊടുക്കുക. സർക്കിളല്ല, ഹാഫ് സർക്കിൾ വരച്ച് കൊടുക്കുക. കറക്റ്റ് ഒരു അളവ് വെച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കത് ഷേപ്പ് കിട്ടില്ല. എത്രയാണോ 1 സെൻറ്റിമീറ്ററോ എത്രയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു അളവ് കൊടുത്തിട്ട് നമ്മളത് വരച്ച് ആ ഒരു ഷേപ്പ് റെഡിയാക്കി എടുക്കുക. മേക്കിംഗ് വീഡിയോസൊന്നും കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ യാത്രയുടെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മളിവിടെ B6000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഷേപ്പ് വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കണം. അത് കറക്റ്റ് സൈസിന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ലൈനിലൂടെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എത്ര വേണം അത് കറക്റ്റ് ആ ലൈനിലൂടെ തന്നെ വെച്ച് ഒന്ന് ഷേപ്പിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. ഈ സ്റ്റോണൊക്കെ ഞാൻ മധുരയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ യാത്ര എന്ന് പറയുന്നത് മധുരയ്ക്ക് പോയതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ നിന്ന് വാങ്ങിക്കാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസും അതേപോലെ ഹെയർ ആക്സസറീസും ഒക്കെ നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് ഐറ്റംസേ വാങ്ങിച്ചുള്ളൂ. നമുക്കറിയില്ല ഇവിടെ എങ്ങനെയാണ് റേറ്റ്, അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോയ സമയം കിട്ടിയ ഗ്യാപ്പിലാണ് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ വാങ്ങിച്ച സാധനങ്ങളുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് എന്നുള്ളത്. ഇനി നമ്മൾ ആ ലൈനിലൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ സ്റ്റോൺ അതിലൂടെ ഒട്ടിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിത് തന്നെ ഹാൻഡ് മെയ്ഡാണെന്ന് തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ. അത്രയും ഭംഗി എനിക്ക് തോന്നിയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ നമ്മളിനി വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ 2 ഗ്രീൻ 1 റെഡ് വീണ്ടും 2 ഗ്രീൻ ആ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഷേപ്പൊക്കെ മാറ്റി കൊടുത്ത് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഹാഫ് സർക്കിൾ ആ ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഷേപ്പൊക്കെ മാറ്റി കൊടുത്ത് ചെയ്യാം. ഇനി നമ്മൾ റെഡാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. റെഡ് നമ്മുടെ ഗ്രീനിനേക്കാളും കുറച്ചൊരു വലിപ്പമുള്ള ടൈപ്പാണ് കേട്ടോ. അതും ഇതേപോലെ തന്നെ അളവ് നോക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സ്റ്റോൺ ചെയിൻ, കളർ ചെയിനൊക്കെ നമ്മൾ നാട്ടിൽ വാങ്ങിക്കുന്നത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. മീറ്ററിന് 45 അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് വളരെ റേറ്റ് കുറവിനാണ്. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിനും റേറ്റ് കുറയും. ഞാനിപ്പോൾ ഇതൊക്കെ 10 മീറ്ററൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷേ അത് കൂടുതലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലും റേറ്റ് കുറഞ്ഞ് കിട്ടും. മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് അതിൻ്റെ റേറ്റും അതൊക്കെ അപ്പോൾ അതിൽ പറയാം, നമുക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ റെഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത 2 ലെയർ ഗ്രീൻ ഒട്ടിച്ച് കൊടുക്കുക. സെയിം ആ പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അതാണ് ഞാൻ പറയുന്നത്, വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. ബിഗിനേഴ്സിന് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ ഇത്. വൈറ്റ് സ്റ്റോണൊക്കെ ആണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. റെഡിന് പകരം വൈറ്റ് സ്റ്റോണോ അല്ലെങ്കിൽ റെഡിൻ്റെ സെൻറ്ററിൽ വൈറ്റ് സ്റ്റോൺ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത്, ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ വരുന്നത്, സെറ്റ് സാരിക്കൊക്കെ മാച്ച് ചെയ്ത്, ബ്ലൗസിന് മാച്ച് ചെയ്തൊക്കെ ആ കളർ അതിൻ്റെ ഇടയിൽ കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തിരുവാതിര പോലെയുള്ള ഡാൻസുകളുടെ അതിനൊക്കെ നമുക്ക് ഇതുപോലെ എല്ലാവർക്കും ഒരേ മോഡലിൽ ചെയ്തെടുത്താൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ പരിപാടി, ഇപ്പോൾ എല്ലാവർക്കും കോമ്പറ്റീഷനുകളാണല്ലോ, എല്ലായിടത്തും തിരുവാതിരയുടെയൊക്കെ കോമ്പറ്റീഷനുകളുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ചിലവ് കുറച്ച് രീതിയിൽ ചെയ്യാൻ നോക്കുമ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് സ്വയം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കോസ്റ്റ് വളരെ കുറഞ്ഞ് കിട്ടും. ഇപ്പോൾ എല്ലാവരും റെൻറ്റിനൊക്കെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ ഇത്രയും സിമ്പിളായിട്ട് അതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും, നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചിലവ് കുറഞ്ഞും കിട്ടും അല്ലേ. ഒരു ഫംഗ്ഷനൊക്കെ തിരുവാതിര പോലെയുള്ള കോമ്പറ്റീഷനുകളൊക്കെ നമുക്ക് ചിലവുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയൊക്കെ കോസ്റ്റ് കുറച്ചെടുക്കാൻ പറ്റും.
പിന്നെ ഇതാ നമ്മളതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാനുള്ള വാക്സ് ഷീറ്റ് അതേ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഹെഡ് പിന്നാണ്. ഈ ഹെഡ് പിന്ന് 2 സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം, കാരണം നമ്മുടെ ബാക്ക് ത്രെഡ് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാ അതിന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹെഡ് പിന്നിൻ്റെ ആ കോല് ഭാഗം അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഭാഗം പുറത്തേക്ക് വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുക. 2 സൈഡിലും ഹെഡ് പിൻ ഒട്ടിച്ചെടുക്കുക. ഹെഡ് പിന്ന് വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കിൽ ഒട്ടിക്കാനുള്ള ആ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതവിടെ നന്നായിട്ട് സെക്യൂറായിട്ട് ഇരുന്നോളും. അത് നല്ല ഒട്ടലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ വിട്ടു പോകാം. അപ്പോൾ നമ്മൾ ആ ബാക്കിൽ ആ ഷീറ്റും കൂടി ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നന്നായിട്ട് ഉറച്ചിരുന്നോളും. അപ്പോൾ ഗ്ലൂ കൊടുത്തിട്ട് നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം. ചിലപ്പോൾ അത് ഒട്ടിച്ചെടുക്കുമ്പോൾ ബാലൻസ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ പോലെ തന്നെ അത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം കറക്റ്റ് സൈസ് ആണെങ്കിലും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും തള്ളി നിൽക്കും. നമ്മൾ അത് വെച്ച് വരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ആദ്യം വിട്ടുപോയി. ആദ്യം നമുക്ക് കറക്റ്റ് സൈസിൽ 2 എണ്ണം വരച്ച് കട്ട് ചെയ്തെടുക്കായിരുന്നു. അത് ഞാൻ വിട്ടുപോയി. ഇനിതാ നമ്മൾ നമ്മുടെ സൈഡ് റിങ് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. സൈഡ് റിങ്ങൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് കാണിച്ചിട്ടില്ല. സൈഡ് റിങ് ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് നമ്മൾ ആ ഹെഡ് പിന്നിൻ്റെ അതിലൂടെ ഇട്ടതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ബാക്ക് ത്രെഡ് കണക്ട് ചെയ്തിടാം. ഹെഡ് പിന്നിലൂടെയും ബാക്ക് ത്രെഡ് കണക്ട് ചെയ്യാം, എങ്കിലും കുറച്ചും കൂടി ഒരു നമ്മൾ ഹെഡ് പിന്നിൽ എപ്പോഴും വലിച്ചിനി അത് ലൂസ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ സൈഡ് റിങ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് സൈഡ് റിങ്ങിലൂടെ ബാക്ക് ത്രെഡിൻ്റെ ആ കൊളുത്ത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാ മാലയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ത്രെഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ മാല റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ വളരെ മനോഹരമായൊരു മാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ സ്കൂളുകളിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ, ഡാൻസ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിലും നമുക്ക് നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടായാലും ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കമ്മൽ ചെയ്തെടുക്കണം. ആ വാക്സ് ഷീറ്റിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് എത്ര നീളം വേണോ അത്രയും നീളത്തിൽ നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്റ്റോൺ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുത്താലും മതി, എത്ര നീളം വേണമെന്ന് വെച്ചാൽ. ഞാനിത് ചെയ്യുന്നത് 2 ഗ്രീൻ 1 റെഡ് ആ ഒരു പാറ്റേണിലാണ് കേട്ടോ. നമ്മുടെ മാലയുടെ പാറ്റേൺ വരുന്നത് 2 ഗ്രീനിൻ്റെ നടുവിൽ സെൻറ്ററിൽ റെഡ്, വീണ്ടും 2 ഗ്രീൻ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ സൈസാവും. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് മാറ്റിയിട്ട് 2 ഗ്രീൻ 1 റെഡ് ആ രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കമ്മലിന് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ 2 ഗ്രീൻ 1 റെഡ്, പിന്നത്തെ അപ്പുറത്തെ കമ്മലിന് വേണ്ടിയിട്ട് ആദ്യം റെഡ് പിന്നെ 2 ഗ്രീൻ ആ ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇടുമ്പോൾ അത് റെഡ് ഒരേ സൈഡിലേക്ക് നമ്മുടെ കാതിൻ്റെ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് മറ്റൊന്ന് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ റൈറ്റിലേക്കാണ് ഇങ്ങനെ വരിക. അപ്പോൾ നമ്മുടെ കാതിൻ്റെ സൈഡിലേക്ക് ആ റെഡ് സ്റ്റോൺ നിൽക്കും. അപ്പോൾ ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ റെഡ് സ്റ്റോൺ ഒട്ടിച്ചിട്ട് നമ്മളത് 2 ഗ്രീൻ ഒട്ടിക്കുക, അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് തല തിരിച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെ ആയാലും മതി. മുകളിൽ നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ചു കൊടുക്കുന്നത്, അടിയിൽ സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെ ആയാലും നിൽക്കും കേട്ടോ. ഞാൻ ഒട്ടിച്ചപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു, എന്നിട്ട് സ്റ്റഡ് ഒട്ടിച്ചു കൊടുത്തപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ചു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു. ഇതുപോലെ ചെയ്യാം. ആദ്യം റെഡ് ഒട്ടിച്ചു, പിന്നെ നമ്മുടെ ഗ്രീൻ ഒട്ടിച്ചു, അങ്ങനെ. അപ്പോൾ നമ്മൾ സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിക്കുമ്പോൾ നമ്മളൊന്ന് വെച്ച് നോക്കുക, നമ്മുടെ 2 കമ്മലിൻ്റെയും റെഡ് ഭാഗം വരുന്നത് നമ്മുടെ കാതിൻ്റെ സൈഡിലേക്ക് അല്ലേ നോക്കുക. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ബേസ് ഒട്ടിച്ചു കൊടുക്കുക. ഇല്ല അത് മറ്റൊന്നും മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതാ കമ്മൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സ്റ്റഡ് ബേസ് ഒരു പീസ് വാക്സ് ഷീറ്റിൽ ഒട്ടിച്ചതിന് ശേഷം ഇതുമ്മലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റഡ് ബേസ് ചെറുതാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ അതുപോലെ അപ്പോൾ ഈ ഷീറ്റിലേക്ക് നമ്മൾ സ്റ്റഡ് ബേസ് ഒന്ന് കയറ്റിയതിന് ശേഷം പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കമ്മലിൻ്റെ ബാക്കിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കമ്മലും ഇതുപോലെ തന്നെ രണ്ടും ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.